യേശുവിൻ സ്നേഹമെന്റെ ജീവിതം ധന്യമാക്കി. എന്റെ പാപങ്ങൾ പോക്കുവാനായി ക്രൂശിലേറി. എന്റെ പാപങ്ങൾ പോക്കുവാനായി ക്രൂശിലേറി. ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് അവരെല്ലാവരും പരിശ്രമിക്കുന്നു. ഏറ്റവും നന്നായിട്ട് പാട്ട് പാടാൻ, ഏറ്റവും നന്നായിട്ട് ലൈറ്റ് അറേഞ്ച്മെന്റ്സ് നടത്താൻ, ഏറ്റവും നന്നായിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാൻ, എവറിത്തിങ് ഗുഡ്. നന്നായിട്ട് ചെയ്തോ, പക്ഷേ എന്തുകൊണ്ടത് ചെയ്യുന്നു? ഈസ് ഇറ്റ് ബിക്കോസ് ഓഫ് ദ ലവ് ഓഫ് ക്രൈസ്റ്റ്? ക്രിസ്തുവിന്റെ സ്നേഹമാണോ നിങ്ങളെ നിർബന്ധിക്കുന്നത്? അവിടെ പ്രസംഗിക്കുന്ന എന്ത് പ്രസംഗമാണെങ്കിലും അത് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നാണോ? അത് പെർഫോമൻസ് അല്ലേ? ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് അവരെല്ലാവരും പരിശ്രമിക്കുന്നു. ഏറ്റവും നന്നായിട്ട് പാട്ട് പാടാൻ, ഏറ്റവും നന്നായിട്ട് ലൈറ്റ് അറേഞ്ച്മെന്റ്സ് നടത്താൻ, ഏറ്റവും നന്നായിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാൻ, എവറിത്തിങ് ഗുഡ്. നന്നായിട്ട് ചെയ്തോ, പക്ഷേ എന്തുകൊണ്ടത് ചെയ്യുന്നു? ഈസ് ഇറ്റ് ബിക്കോസ് ഓഫ് ദ ലവ് ഓഫ് ക്രൈസ്റ്റ്? ക്രിസ്തുവിന്റെ സ്നേഹമാണോ നിങ്ങളെ നിർബന്ധിക്കുന്നത്? ഒരു ദിവസം ചർച്ചിൽ നിന്ന് മടങ്ങി പോകുമ്പോൾ ഒരു അപ്പനും അമ്മയും ഒരു ചെറുക്കനും ഒരു മോനും അവനങ്ങോട്ട് പോകുന്ന കൂട്ടത്തിൽ തള്ളയും അപ്പനും അമ്മയും കൂടെ ഇങ്ങനെ എന്താ പ്രസംഗം നീ വെറുതെ മനുഷ്യനെ മെനക്കെടുത്താൻ പ്രസംഗം. ഞാൻ ആ പാട്ട് ശ്രദ്ധിക്കാറ്. എന്തോ പാട്ടാ അവർ പാടിയത്, ചുമ്മാ വെറുതെ മനുഷ്യനെ മെനക്കെടുത്താൻ ഓരോ പാട്ടും പാടിക്കൊണ്ടിരിക്കുന്നു. അവിടെ ഫാനും വർക്ക് ചെയ്തില്ല. എന്തോ ഇത് ഇങ്ങനെ സഭായോഗത്തിന്റെ ഓരോരോ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന കൂട്ടത്തിൽ ഈ ചെറുക്കൻ ചോദിച്ചു, നമ്മളെല്ലാം കൂടെ എത്ര സ്തോത്രകാഴ്ച ഇട്ടു? അപ്പൻ പറഞ്ഞു, ഞാൻ 10 രൂപ എടുത്തു. നീ എത്ര ഇട്ടടി? ഞാനും 10 ഇട്ടു. മോനോട് ചോദിച്ചു, നീ എത്ര ഇട്ടാ? 5. 10, 10, 20, 5, 25. ചെറുക്കൻ പറഞ്ഞു, 25 രൂപയ്ക്ക് ഇത്രയും മതിയെന്ന്. 25 രൂപയ്ക്ക് ഇത്രയും മതി. പിള്ളേർക്ക് പോലും അറിയാം ഇത് എന്താണ്. ആത്യന്തികമായി ഇതെല്ലാം കൂടെ സ്തോത്രകാഴ്ചയിലാണ് കണ്ണിരിക്കുന്നെന്നുള്ള ഒരു ചിന്തയിലേക്ക് വന്നിരിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, നമ്മള് തമാശയ്ക്ക് അത് പറഞ്ഞെങ്കിലും ഇത് വാസം പറഞ്ഞു കഴിഞ്ഞാൽ തമാശയാണോ? നമ്മുടെ മനസ്സിൽ ലാഭമുണ്ടാകുന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ, എന്തെങ്കിലും ഇത് കഴിഞ്ഞിട്ട് എന്ത് കിട്ടുമെന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ, പ്രസംഗിക്കുന്നവൻ പ്രസംഗിച്ചു കഴിഞ്ഞ് എന്ത് കിട്ടുമെന്നും, പാടുന്നവൻ പാട്ട് കഴിഞ്ഞ് എന്ത് കിട്ടുമെന്നും, മീറ്റിംഗ് നടത്തുന്നവർ ഇതിന് ശേഷം എത്ര ലാഭം ഉണ്ടാകുമെന്നൊക്കെ ആലോചിക്കാൻ തുടങ്ങിയാൽ ക്രിസ്തുവിന്റെ സ്നേഹം അല്ല അവരെ നിർബന്ധിക്കുന്നത്. അതുകൊണ്ടെന്താ, മനഃപൂർവ്വം ഞാൻ സുവിശേഷം അറിയിക്കുന്നുവെങ്കിൽ എന്ന കാറ്റഗറിയിൽ ഇന്നത്തെ പല മീറ്റിങ്ങുകളും വരത്തില്ല. ഞാൻ സുവിശേഷം അറിയിക്കും, മനഃപൂർവ്വം ഞാനത് ചെയ്യുന്നെങ്കിൽ എന്ന കാറ്റഗറിയിൽ ഇന്നത്തെ പല സുവിശേഷ യോഗങ്ങളും വരത്തില്ല. നമ്മളെപ്പോഴും മറഞ്ഞിരിക്കണം. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. വലിയൊരു ഡിസിപ്ലിനാണ് ഇത്. ഡിസിപ്ലിൻ ഓഫ് ഹൈഡിങ്, പുറകിൽ മറഞ്ഞിരിക്കാൻ പറ്റുന്നതായ ഒരു ഡിസിപ്ലിൻ. മീൻ പിടിക്കാൻ പോയവരുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. രണ്ടുപേരും കൂടെ ഇരുന്ന് മീൻ പിടിക്കുകയാണ്. ഒരുത്തിന് ഇഷ്ടം പോലെ മീൻ കിട്ടി, മറ്റവന് മീനൊന്നും കിട്ടിയില്ല. എന്താണ് നിനക്ക് മീൻ കിട്ടി, എനിക്ക് മീൻ കിട്ടാതെ? അതെ, മീൻ പിടിക്കുന്നത്, നിങ്ങൾ മീൻ പിടിക്കാൻ വരുന്നത് മീനും കാണുന്നുണ്ട്. ഞാൻ മീൻ പിടിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? മറഞ്ഞിരിക്കും. നിങ്ങൾ പാട്ടും പാടി ചൂണ്ടയൊക്കെ ഇട്ട് അടിച്ച് വലിയ ബഹളമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പാട്ട് ഒരു മീനും വന്ന് കൊത്തത്തില്ല. കാരണം നിങ്ങൾ മറഞ്ഞിരിക്കാനായിട്ട് പഠിച്ചിട്ടില്ല. നമുക്കിന്ന് വാസ്തവത്തിന് ആവശ്യമായിരിക്കുന്നത് മറഞ്ഞിരുന്ന് സുവിശേഷം അറിയിക്കാനാണ്. നമ്മളെ പ്രൊജക്ട് ചെയ്യാനുള്ളതല്ല. പ്രസംഗത്തിൽ നമ്മൾ മറഞ്ഞിരിക്കണം. 3 സുവിശേഷകർ ഒരു സ്റ്റേജിൽ പ്രസംഗിച്ചതിനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ. അതിങ്ങനെയാണ്. ആദ്യത്തെ പ്രസംഗിച്ചു കഴിഞ്ഞ് ഇരുന്നപ്പോൾ എല്ലാവരും ആൾക്കാർ പറഞ്ഞു, ഓ വാട്ട് എ വണ്ടർഫുൾ പ്രീച്ചിങ്, വാട്ട് എ വണ്ടർഫുൾ പ്രീച്ചിങ്, എത്ര മനോഹരമായ പ്രസംഗം. രണ്ടാമത്തെ ആൾ പ്രസംഗിച്ചിരുന്നപ്പോൾ ആളുകൾ പറഞ്ഞു, ഓ വാട്ട് എ വണ്ടർഫുൾ പ്രീച്ചർ, വാട്ട് എ വണ്ടർഫുൾ പ്രീച്ചർ, എത്ര അത്ഭുത മഹാനായ പ്രസംഗകൻ. മൂന്നാമത്തെ ആൾ പ്രസംഗിച്ചിരുന്നപ്പോൾ എല്ലാവരും അല്പനിമിഷം സ്തബ്ധരായി നിന്നതിന് ശേഷം പറയാൻ തുടങ്ങി, ഓ വാട്ട് എ വണ്ടർഫുൾ ജീസസ്, വാട്ട് എ വണ്ടർഫുൾ ജീസസ്, എത്ര മഹാനായ യേശു. എന്റെ പ്രസംഗം കഴിയുമ്പോൾ വാട്ട് എ വണ്ടർഫുൾ പ്രീച്ചിങ് എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനഃപൂർവ്വം പ്രസംഗിച്ചില്ല എന്നാണ് എന്റെ അർത്ഥം. എന്റെ പ്രസംഗം കഴിയുമ്പോൾ വാട്ട് എ വണ്ടർഫുൾ പ്രീച്ചർ എന്നാണ് ആളുകൾ പറയുന്നതെങ്കിൽ എന്റെ പ്രസംഗത്തിൽ എന്തോ കടന്നുകൂടിയിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഞാൻ മറഞ്ഞിരിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നാണ് അർത്ഥം. എന്നാൽ അത് കഴിയുമ്പോൾ വാട്ട് എ വണ്ടർഫുൾ ജീസസ്, വാട്ട് എ വണ്ടർഫുൾ ജീസസ് എന്ന് എന്റെ ഓഡിയൻസ് പറയുന്നത് കേൾക്കുമ്പോഴാണ് ഞാൻ മറഞ്ഞിരുന്നു എന്ന് ഞാൻ ശരിക്കും മനസ്സിലാക്കുന്നത്. പ്രിയമുള്ളവരെ, മനഃപൂർവ്വം ആയി ഞാനത് ചെയ്യുന്നെങ്കിൽ എന്ന് പോൾ പറയുന്ന വാക്കിന്റെ അർത്ഥം ഇതാണ്: എന്റെ മനസ്സിൽ വേറെ ഒന്നും ഇല്ലാതെ ഞാൻ പ്രസംഗിച്ചു എന്നുള്ളതാണ്. എനിക്ക് യേശുവിനെ കൊടുക്കാനാണ്, ഞാൻ യേശുവിനെ കൊടുക്കാനാണ് പോകുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. നമ്മളൊരു ബനാന, ഒരു പഴം എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന്റെ ഔട്ടർ സ്കിൻ, അതിന്റെ തൊലി നമ്മൾ പൊളിച്ചിട്ട് പഴം നമ്മൾ കഴിക്കുന്നു, തൊലി
എടുത്ത് എറിഞ്ഞു കളയാണല്ലേ. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ പഴം എടുത്തിട്ട് തൊലി എടുത്ത് തിന്നുകയും പഴം എറിയുകയും ചെയ്യുന്നത്? അത്രയ്ക്ക് ആബ്സെന്റ് മൈൻഡഡ് ആയിട്ടുള്ളവരോ, ചിലപ്പോൾ അങ്ങനെ ആബ്സെന്റ് മൈൻഡഡ് ആയിട്ടുള്ളവരെല്ലാം കാണിക്കുമായിരിക്കും എന്നുള്ളതല്ലാതെ സുബോധത്തോടുകൂടെ ഒരാൾ അങ്ങനെ കാണിക്കത്തില്ല അല്ലേ. ചില പ്രൊഫസേഴ്സൊക്കെ ഉണ്ട് ഭയങ്കര ആബ്സെന്റ് മൈൻഡഡ് ആണെന്ന് പറയുന്നത്. ഒരു പ്രൊഫസർക്ക് മുട്ട പുഴുങ്ങുമ്പം അയാൾക്ക് 30 സെക്കൻഡ്സേ പുഴുങ്ങാം, അത് കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും അയാൾക്ക് ഇഷ്ടമില്ല. അപ്പൊ ഭാര്യ എപ്പോൾ പുഴുങ്ങിയാലും ഒന്നുകിൽ കൂടുതലോ അല്ലെങ്കിൽ കുറവായിരിക്കും. അതുകൊണ്ട് പ്രൊഫസർ പറഞ്ഞു, ഇന്ന് ഞാൻ തന്നെ മുട്ട പുഴുങ്ങിക്കോളാമെന്ന്. അയാൾ വാച്ചുമൊക്കെ കയ്യിലെടുത്തുകൊണ്ട് നേരെ അകത്ത് പോയി. കുറച്ചു നേരം കഴിഞ്ഞിട്ടും ഭർത്താവിനെ കാണാഞ്ഞ് ഭാര്യ നോക്കിയപ്പോഴത്തേക്ക് സംഭവിച്ചതെന്നറിയാമോ? ഇങ്ങനെ വാച്ചാണ് വെള്ളത്തിനകത്തിട്ടിരിക്കുന്നത്, മുട്ടയിലിരിക്കുന്നത് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ ആബ്സെന്റ് മൈൻഡഡ് പാർട്ടികളും എല്ലാം ഉണ്ടെങ്കിലേ എന്ത് ചെയ്യത്തുള്ളൂ, ഇങ്ങനൊരു കാര്യം കാണിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ സ്വാഭാവികമായി എന്താ സംഭവിക്കുന്നത്? ഒരു പഴത്തിന്റെ, ഒരു ബനാനായുടെ ഔട്ടർ സ്കിൻ എറിഞ്ഞു കളയാനുള്ളതാണ്. അത് സൂക്ഷിച്ചു വെക്കാനുള്ളതല്ല, എറിഞ്ഞു കളയാനുള്ളതാണ്. ഇതേപോലെ യേശുവിനെ പൊതിഞ്ഞിരിക്കുന്ന ഔട്ടർ സ്കിൻ മാത്രമാകണം നമ്മൾ. ജനങ്ങൾ യേശുവിനെ എടുക്കട്ടെ, എന്നിട്ട് നമ്മളെ എറിഞ്ഞു കളയട്ടെ. നിങ്ങൾ അടുത്ത വീട്ടിലേക്ക് ചെല്ല്, നിങ്ങൾ അവരോട് സംസാരിക്ക്. യേശുവിനെ, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെ തന്നെ പ്രസംഗിക്കുന്നു, ആ യേശുവിനെ കൊടുക്ക്, എന്നിട്ട് നിങ്ങളെ അവർ എറിഞ്ഞു കളയട്ടെ. നിങ്ങൾ കവലകളിൽ പ്രസംഗിക്കുമ്പോൾ യേശുവിനെ അവർക്ക് കൊടുക്ക്, നിങ്ങളെ എറിഞ്ഞു കളയട്ടെ. നിങ്ങൾ പാട്ട് പാടുമ്പോൾ നിങ്ങൾ മറഞ്ഞിരുന്ന് പാട്ട് പാടുക, യേശുവിനെ അവരെടുക്കട്ടെ, നിങ്ങളെ എറിഞ്ഞു കളയട്ടെ. നമ്മുടെ ഹൃദയത്തിന്റെയും ജീവിതത്തിന്റെയും പ്രാർത്ഥന അതായിരിക്കണം. കർത്താവെ, മറഞ്ഞിരുന്ന് സുവിശേഷം അറിയിക്കാനായിട്ട് എന്നെ സഹായിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ മാത്രമേ ഞാൻ എന്ത് ചെയ്യുന്നുള്ളൂ? മനഃപൂർവ്വമായി സുവിശേഷം അറിയിക്കുന്നുള്ളൂ. അങ്ങനെ മനഃപൂർവ്വമായി സുവിശേഷം അറിയിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്. ഹല്ലേലൂയ. മറ്റ് വലിയൊരു പ്രോബ്ലം ഈ കാലയളവിലെ സുവിശേഷീകരണത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എനിക്ക് സഭ പണിയാൻ വേണ്ടിയുള്ള സുവിശേഷീകരണമാണ്. ഇന്നത്തെ സഭകളിലെ ഒരു വലിയ പ്രശ്നം ഇതാണ്. എന്താണ്? ഏതെങ്കിലും സഭ സുവിശേഷം അറിയിക്കുന്നുണ്ടെങ്കിൽ അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങളൊരു മെഗാ ചർച്ച് പണിയാൻ പോവാണെന്നാണ് പറയുന്നത്. നിങ്ങൾ മെഗാ ചർച്ച് പണിയുന്നതിനകത്തൊന്നും എനിക്ക് അത്ഭുതമോ അല്ലെങ്കിൽ ഐ എം നോട്ട് എഗൻസ്റ്റ് ദാറ്റ്, ഞാൻ അതിനെതിരൊന്നുമല്ല. പക്ഷേ എന്റെ മെഗാ ചർച്ച്, എനിക്ക് ആ ഒരു സങ്കല്പം, അല്ലെങ്കിൽ എന്റെ സഭ വളർത്താൻ വേണ്ടി, എന്റെ സംഘടന വളർത്താൻ വേണ്ടി ഞാൻ സുവിശേഷം അറിയിച്ചാലും ഞാൻ മനഃപൂർവ്വമല്ല സുവിശേഷം അറിയിക്കുന്നത്. എന്റെ മനസ്സിൽ ഒറ്റ കാര്യമേ ഉണ്ടാകാവൂ. എന്ത്? ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. വേറെ എന്തുണ്ടായാലും ഇതിന്റെ ഈ അവിശ്വാസികളായ ഒരാൾ വിശ്വാസത്തിലേക്ക് വരുമ്പോഴത്തേക്ക് പിടിച്ചു പറിക്കാൻ എത്ര പേരാ? ഈ പണ്ട് ഇങ്ങനെ ഒരു കഥയുണ്ട്. രണ്ട് കുറുനരികൾ തമ്മിൽ അല്ലെങ്കിൽ ഒരുമിച്ച് കൂടി വേട്ടയാടാൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക്, മുയലിനെ വേട്ടയാടാൻ പോയപ്പോഴത്തേക്ക് രണ്ടുപേരും കൂടെ ഒരുമിച്ച് ചാടി വീണു. എന്നിട്ട് ഒടുവിൽ രണ്ടുപേരും കൂടെ വഴക്കുണ്ടാക്കുകയാണ്. ഒരുത്തൻ പറഞ്ഞു, ഞാനാണ് ഈ മുയലിനെ പിടിച്ചത്, അതുകൊണ്ട് ഇതെന്റെയാണ്. മറ്റവൻ പറഞ്ഞു, പക്ഷെ ഞാനാണ് ആദ്യം അവനെ കണ്ടത്, അതുകൊണ്ട് എന്റെയാണ്. ഇതുപോലൊരു ഒരു അവിശ്വാസി വിശ്വാസത്തിലേക്ക് വന്നാൽ, ഞാൻ ആദ്യം കണ്ടത്, ഞാൻ ആദ്യം തൊട്ടത്, അതുകൊണ്ട് എന്റെയാണെന്ന് പറയുന്ന രീതിയിൽ, അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുന്ന രീതിയിലേക്ക് നമ്മുടെ സഭയും സഭാ പ്രവർത്തകരും വളർന്നു കഴിഞ്ഞാൽ എന്താ ഇതിന്റെ അർത്ഥം? എവിടെയാണ് സ്നേഹം? എവിടെയാണ് സ്നേഹം? അവൻ എവിടെയെങ്കിലും പോകട്ടെ, അവൻ ദൈവരാജ്യത്തിലാണോ നമ്മൾ നോക്കിയാൽ പോരെ? അവൻ എന്റെ സഭയിൽ വന്ന് എനിക്ക് ദശാംശം കിട്ടാനോ? എന്തിനു വേണ്ടി? അവന്റെ ബെനിഫിറ്റാണോ? അവന് വേണ്ടിയാണോ ഞാൻ നിൽക്കുന്നത്, അതോ എനിക്ക് വേണ്ടിയാണോ? ഞാൻ ഒരാളെ ക്രിസ്തുവിന് വേണ്ടി നേടുന്നത് അവന് വേണ്ടിയാണോ എനിക്ക് വേണ്ടിയാണോ? ഇഫ് ഇറ്റ് ഈസ് ഫോർ മീ, ദെൻ സർട്ടൻലി ഞാൻ മനഃപൂർവ്വമായിട്ടല്ല സുവിശേഷം അറിയിക്കുന്നത്. പല സഭകളുടെയും സുവിശേഷീകരണത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് സഭ വളർത്താനുള്ള ആഗ്രഹമാണ്, അല്ലാതെ ക്രിസ്തുവിന്റെ സ്നേഹമല്ല. ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു എന്ന് പറയുന്ന ഒരു വ്യക്തി വേറെ ഒന്നും മനസ്സിൽ കയറ്റത്തില്ല. ആരെങ്കിലും ആയിക്കോട്ടെ. നമ്മളെല്ലാം ഏത് സംഘടനയാണെങ്കിലും ഏത് സഭയാണെങ്കിലും നമ്മളെല്ലാം ശരീരത്തിന്റെ ഒരു അവയവങ്ങളാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ശരീരത്തിന്റെ അവയവങ്ങളുടെ പ്രത്യേകത അത് അന്യോന്യം സഹായിക്കുകയാണ്, അല്ലാതെ അന്യോന്യം വഴക്കുണ്ടാക്കുകയല്ല. നിങ്ങളുടെ കണ്ണ് ചൊറിയുമായിരിക്കും, പക്ഷെ നിങ്ങളുടെ കണ്ണ് നിങ്ങൾ ചൂഴ്ന്നെടുക്കത്തില്ല. എടുക്കുമോ? ഇല്ല. ആകപ്പാടെ ബോധമില്ലാതെ ശരീരത്തിന്റെ ഒരവയവം മറ്റൊരവയവത്തെ ഉപദ്രവിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ജീവിക്കേണ്ടെന്ന് തോന്നുമ്പോൾ നിങ്ങൾ ചങ്കത്തിരിച്ച് you are beating the breast, and that's the only time you are against your own body. All the other time all the members of the body are together. ബാക്കി എല്ലാ സമയത്തും എന്റെ കൈ മറ്റൊരു കൈയെ സഹായിക്കുകയാണ്, എന്റെ കാല് എന്റെ കൈയെ സഹായിക്കുകയാണ്, എന്റെ കണ്ണുകൾ എന്റെ ചെവിയെ സഹായിക്കുകയാണ്. ഇത് ഓൾ കൈൻഡ് ഓഫ്, ഇത് അന്യോന്യമുള്ള സഹകരണമാണ്. അതാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ സഭ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ
ശരീരമാണ്. ആ ഒരു ബോധ്യമുണ്ടെങ്കിൽ ഒരവയവം മറ്റൊരവയവത്തിന് വേണ്ടി അവയവത്തോട് ഏതെങ്കിലും ഒരു കാര്യത്തിന്റെ പേരിൽ വഴക്കുണ്ടാക്കുമോ? വഴക്കുണ്ടാക്കിയാൽ അതിന്റെ അർത്ഥം എനിക്ക് ജീവിക്കണ്ട എന്ന് നിങ്ങൾ പറയുകയാണ്. കാര്യം എപ്പോഴാണ് നമ്മൾ ഒരവയവം മറ്റൊരവയവത്തെ ഉപദ്രവിക്കുന്നത്? ഒറ്റ സമയത്തേ ഉള്ളൂ. വെൻ യു ഫീൽ യു വാണ്ട് ടു ഡൈ, നിങ്ങൾക്ക് ചാകണമെന്ന് തോന്നുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ചങ്കത്തിടിച്ച് കരയുന്നു. പക്ഷെ ഇന്നെന്താ നടക്കുന്നത്? ഞാൻ പറയട്ടെ, കൊച്ചിയിലുള്ള എല്ലാ സഭക്കാരും ആരൊക്കെ ആയിക്കോട്ടെ, അവരെല്ലാവരും മനസ്സിലാക്കണം, ഞങ്ങൾ ക്രിസ്തുവിന്റെ അവയവങ്ങളാണ്. അതിനകത്ത് IPC ഇല്ല, BPC ഇല്ല, AG ഇല്ല, അങ്ങനെയുള്ള CAG ഇല്ല, ഒരു സാധനമില്ല. എവരിബഡി, എല്ലാവരും എന്താണ്? ദേ ആർ ഓൾ പീപ്പിൾ ഓഫ് ഗാഡ്. ദേ ആർ ഓൾ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. നമ്മൾ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. നമ്മളെ കൊച്ചി പട്ടണത്തിൽ ദൈവം ആക്കി വെച്ചിരിക്കുന്നത്. ഈ കൊച്ചി പട്ടണത്തിൽ എത്ര വിശ്വാസികൾ നിങ്ങളൊന്ന് ആലോചിച്ചേ. നിങ്ങൾ ഇന്ത്യക്ക് ക്രിസ്ത്യാനികൾ ഒത്തിരി ഉള്ള പട്ടണമാണ് കൊച്ചി എന്നൊക്കെ. പക്ഷേ വീണ്ടും ജനിച്ച എത്ര പേരുണ്ട് നമ്മുടെ പട്ടണത്തിൽ? നമ്മുടെ പട്ടണത്തിലെ മുഴുവൻ ആളുകളും വീണ്ടും ജനന അനുഭവത്തിലേക്ക് വളരണമെങ്കിൽ നമ്മൾ ഒരുമിച്ച് നിന്ന് ഈ പിശാചിന്റെ കോട്ടയിലേക്ക് കയറി പിശാച് അടിമകളാക്കി വെച്ചിരിക്കുന്ന ആളുകളെ വീണ്ടെടുക്കുവാനായിട്ട് ഒരുമയോടുകൂടെ പ്രവർത്തിച്ചാലേ പറ്റുകയുള്ളൂ. ഈ ദിവസം നമ്മുടെ മീറ്റിംഗ് അവസാനിക്കുമ്പോൾ നമ്മളെല്ലാവരും ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു തീരുമാനമെടുക്കണം. ഒരുപക്ഷെ വലിയ ലീഡേഴ്സ് ഒന്നും ആയിരിക്കത്തില്ല ഇവിടെ ഇരിക്കുന്നത്, നിങ്ങളൊക്കെ സാധാരണ വിശ്വാസികളായിരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ്. ദ ഫ്യൂച്ചർ ഓഫ് ഇവാഞ്ചലിസം ഈസ് നോട്ട് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ ക്ലർജി. ദ ഫ്യൂച്ചർ ഓഫ് ഇവാഞ്ചലിസം ഈസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് പീപ്പിൾ ലൈക്ക് യു ആൻഡ് മീ. നിങ്ങൾ മറക്കരുത്, നേതാക്കന്മാർക്ക് വേറെ 100 കൂട്ടം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അവർ ചെയ്തോട്ടെ, അവർ പൊക്കോട്ടെ, ലീവ് ദം. കർത്താവ് പരീശന്മാരെ കുറിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്, അവരെ വിടുക. ഇതാണ് ഇന്ന് എനിക്ക് സഭയുടെ നേതാക്കന്മാരെ കുറിച്ച് നിങ്ങളോട് പറയാനുള്ള കാര്യം. അവരെ വിട്ടേര്. അവരെന്തോന്ന് വെച്ചാൽ കാണിക്കട്ടെ. അവർ വഴക്കോ അടിയോ കൗൺസിലോ എന്തെങ്കിലും കൂടിക്കോട്ടെ. നിങ്ങളുടെ സുവിശേഷം അറിയിക്കുക. നിങ്ങൾ നിങ്ങളുടെ അയൽപക്കത്ത് സുവിശേഷം അറിയിക്കുക. നിങ്ങളുടെ വീട്ടുകാരോട് സുവിശേഷം അറിയിക്കുക. ലീവ് ദം, ലീവ് ദം, ഡോണ്ട് വറി അബൌട്ട് ദം. അവരെ വിട്. കർത്താവ് പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞല്ല. ഞാൻ പരീശന്മാരെ കുറിച്ച് കർത്താവ് പറഞ്ഞ കാര്യം ഇതാണ്. അവർ പറയുന്നതല്ലാതെ അവരൊന്നും ചെയ്യുന്നില്ല. അവർ പറയുന്നതല്ലാതെ അവർ ന്യായപ്രമാണത്തിന്റെ ഒരു കാര്യം അവർ ചെയ്യുന്നില്ല. അവരെ വിട്. നിങ്ങൾ അവരെ വിട്ടേര്. അവരെ കുറിച്ച് നിങ്ങൾ സംസാരിക്കണ്ട, പോട്ടെ. ദൈവം ഉപേക്ഷിച്ചവരെ നിങ്ങൾ എന്തിനായി കിടന്ന് പിടിക്കാൻ നോക്കുന്നേ? ദൈവം ഉപേക്ഷിച്ചവരെ നിങ്ങൾ പിടിച്ചാൽ വല്ലതും പ്രയോജനം ഉണ്ടാകുമോ? ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല. പൊക്കോട്ടെ. എന്താ ആവശ്യമായിരിക്കുന്നത്? ഈ കൊച്ചി പട്ടണം ദൈവം നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുകയാണ്. നേതാക്കന്മാരുടെ കയ്യിലല്ല പ്രിയമുള്ളവരെ കൊടുത്തിരിക്കുന്നത്. സഭാ നേതാക്കന്മാരുടെ കയ്യിലല്ല ദൈവം പട്ടണം കൊടുത്തിരിക്കുന്നത്. ദൈവം പട്ടണം തന്നിരിക്കുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും കയ്യിലാണ്. നിങ്ങൾ ഇന്നൊരു തീരുമാനത്തോടുകൂടാണ് മടങ്ങിപ്പോകാൻ. ഈ പട്ടണം ദൈവം എനിക്ക് തന്നിരിക്കുന്നു, ഞങ്ങളെപ്പോലുള്ളവർക്ക് തന്നിരിക്കുന്നു. അങ്ങനെ ഈ പട്ടണത്തിന്റെ സുവിശേഷീകരണം ലക്ഷ്യമാക്കുന്നവരുടെ കൂട്ടായ്മയാണ് ഇനി ആവശ്യം. അവരുടെ സഭയല്ല ആവശ്യം, അവരുടെ കൂട്ടായ്മ. ഏത് സഭയിലും പെട്ടവരായിക്കോട്ടെ, എവിടെയെങ്കിലും പൊക്കോട്ടെ. പക്ഷേ ഈ പട്ടണത്തെ സുവിശേഷീകരിക്കുവാൻ മനഃപൂർവ്വമായി ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ സുവിശേഷീകരിക്കുവാൻ ആഗ്രഹമുള്ളവരുടെ കൂട്ടായ്മ ഉണ്ടാകണം. സ്വാർത്ഥ ലക്ഷ്യത്തോടെയും യേശുക്രിസ്തുവിന് പകരം മറഞ്ഞിരിക്കാൻ മനസ്സില്ലാതെ സ്വയം പ്രൊജക്ട് ചെയ്യുന്നവരുടെയും കൂടെ കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് ഒരർത്ഥവുമില്ല. അതൊടുവിൽ വീണ്ടും അപകടം ഉണ്ടാകത്തുള്ളൂ. ഞാൻ പറയട്ടെ, പൗലോസ് പറയുന്നു, ഞാൻ മനഃപൂർവ്വമായി വേറെ ഒന്നും മനസ്സിലില്ലാതെ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നിർബന്ധത്താൽ മാത്രം സുവിശേഷം അറിയിക്കുന്നു എങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട്, അല്ലെങ്കിൽ എനിക്കില്ല. അങ്ങനെ ആ പൂർണ്ണമായും ക്രിസ്തുവിന്റെ സ്നേഹത്തോടുകൂടെ മാത്രം അങ്ങനെ വരുമ്പോൾ എനിക്ക് പ്രതിഫലമുണ്ട് എന്ന് പോൾ പറയുന്നത് സ്വർഗത്തിൽ പ്രതിഫലം കിട്ടുന്ന കാര്യമല്ല, എനിക്ക് അന്നേരമാണ് ആശ്വാസം ഉണ്ടാകുന്നതെന്നാണ് അർത്ഥം. അപ്പോൾ മാത്രമേ എനിക്ക് എന്തുണ്ടാകുന്നുള്ളൂ? ആശ്വാസം ഉണ്ടാകുന്നുള്ളൂ. യാതൊരു സ്വാർത്ഥ ലക്ഷ്യവുമില്ലാതെ ഒരാളോട് സുവിശേഷം പറഞ്ഞ് അയാളെങ്ങനെ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തൊരു സന്തോഷമായിരിക്കും അറിയാം. നമ്മൾ പറയും, എന്റെ കർത്താവേ ആശ്വാസമായി. മനസ്സിൽ മറ്റൊന്നുമില്ലാതെ നിന്റെ സ്നേഹം കൊണ്ട് മാത്രം എനിക്ക് സുവിശേഷം പറയാൻ പറ്റിയല്ലോ. അതാണ് നമ്മുടെ പ്രതിഫലം. സ്നേഹത്തിൽ നിന്നുള്ള സുവിശേഷീകരണം നമുക്ക് നൽകുന്ന മനസ്സുഖമാണ് ഇതിന്റെ പ്രതിഫലമെന്ന് പറയുന്നത്. സ്നേഹത്തിൽ നിന്ന്. കാര്യം സ്നേഹത്തിൽ നിന്ന് മാത്രമേ സുവിശേഷം അറിയിക്കാനുള്ള അവകാശം നമുക്ക് ലഭിക്കുന്നുള്ളൂ. ആദ്യം സ്നേഹിക്കുക, പിന്നെ സുവിശേഷം അറിയിക്കുക. സ്നേഹിക്കാതെ സുവിശേഷം അറിയിക്കാനായിട്ട് നമുക്ക് കഴിയരുത്. ഇഫ് യു വാണ്ട് ടു പ്രീച്ച് ഗോസ്പൽ, ഫസ്റ്റ് ഓഫ് ഓൾ യു നീഡ് ടു ലവ് ദ പീപ്പിൾ. സ്നേഹിക്കുന്നവനോട് മാത്രമേ നമുക്ക് സുവിശേഷം പറയാൻ പറ്റുള്ളൂ. നിങ്ങളുടെ അയൽക്കാരനോട് സുവിശേഷം അറിയിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ അയൽക്കാരനെ സ്നേഹിക്കണം. നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരോട് സുവിശേഷം അറിയിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ അവരെ സ്നേഹിക്കണം. മറ്റൊരു സമൂഹത്തോട് സുവിശേഷം അറിയിക്കണമെങ്കിൽ ആദ്യം അവരെ സ്നേഹിക്കണം. സംടൈംസ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്. ഞാൻ നോർത്ത് ഇന്ത്യയിലെ ഒരു മിഷൻ ഫീൽഡിലായിരുന്നപ്പോൾ എന്റെ കൂടെ ഡോക്ടർ CT ലൂയിസ് കുട്ടി ലൂയിച്ചാനുണ്ടായിരുന്നു. ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ മലയാളിയായ മിഷണറി ഫാമിലി ആ നാട്ടുകാരെ കുറിച്ച് ഉള്ള സത്യമൊക്കെ ആയിരിക്കും, വളരെ മോശമാണ്. ഉമ്മാരെല്ലാം കള്ളന്മാരാണെന്ന് വഴി കൂടെ നടന്നു കഴിഞ്ഞാൽ തന്നെ മോട്ടിക്ക് നിന്ന് തിരിയാൻ പറ്റത്തില്ല. മോഷണമാണ് പരിപാടി എന്ന് പറഞ്ഞു അവരുടെ മോഷണത്തെക്കുറിച്ചും അവരുടെ ഇടപെടലിനെ കുറിച്ചും എല്ലാം
അവരെ സംബന്ധിച്ചുള്ള അവരുടെ എക്സ്പീരിയൻസ് അവർ പറയുന്ന നല്ലതൊന്നും പറയുന്നില്ല. ലൂയിച്ചാൻ പറഞ്ഞു, സ്റ്റോപ്പ് ഇറ്റ്. ദൈവമാണ് നിങ്ങൾ ഇവിടെ അയച്ചതെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടോ? പിന്നെ കർത്താവ് പ്രത്യേകമായിട്ട് ദർശനം തന്നെ ഞങ്ങൾ ഇവിടെ ആക്കിയതല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആദ്യം അവരെ സ്നേഹിക്കുക. അത് കഴിഞ്ഞിട്ട് മതി അവരോടുള്ള സുവിശേഷ വേല. പ്രിയമുള്ളവരെ, ഇഫ് യു ഡു നോട്ട് ലവ് ദ പീപ്പിൾ, യു കനോട്ട് പ്രീച്ച് ഗോസ്പൽ. ഫസ്റ്റ് ഓഫ് ഓൾ വി നീഡ് ടു ലവ് പീപ്പിൾ. സ്നേഹിക്കാൻ പഠിക്കണം, സ്നേഹിക്കാൻ പഠിക്കണം. സ്നേഹത്തിൽ നിന്നല്ലാതെ മറ്റൊരു കാരണവും നമ്മുടെ സുവിശേഷീകരണത്തിന് ഉണ്ടാകാൻ പാടില്ല. നമ്മളൊരു കവലയിൽ പ്രസംഗിക്കുന്നുവെങ്കിൽ ആദ്യം അവരെ സ്നേഹിക്കാൻ പഠിക്കണം. ഞാനൊരു ആർട്ടിക്കിൾ എഴുതുകയാണെങ്കിൽ ഞാൻ മനഃപൂർവ്വമായി പരിശ്രമിക്കുന്ന ഒരു കാര്യമുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഐ വിഷ്വലൈസ് all the people who read it. I love them. I want to see that people are transformed. I love them. എന്നിട്ടേ ഞാൻ എഴുതത്തുള്ളൂ. അല്ലാതെ ഞാൻ എഴുതിയ അർത്ഥമില്ല. എന്റെ പേര് അച്ചടിച്ചു വരുന്നതിനോ മഷി പുരണ്ട് വരുന്നതോ കാണാൻ വേണ്ടി ഞാൻ എഴുതി കഴിഞ്ഞാൽ ഞാൻ മനഃപൂർവ്വമല്ല ചെയ്യുന്നത്. യേശുവിൻ സ്നേഹമെന്റെ ജീവിതം ധന്യമാക്കി. എന്റെ പാപങ്ങൾ പോക്കുവാനായി ക്രൂശിലേറി. എന്റെ പാപങ്ങൾ പോക്കുവാനായി ക്രൂശിലേറി. യേശുവിൻ സ്നേഹമെന്റെ ജീവിതം
യേശുവിൻ സ്നേഹമെന്റെ ജീവിതം ധന്യമാക്കി. എന്റെ പാപങ്ങൾ പോക്കുവാനായി ക്രൂശിലേറി. എന്റെ പാപങ്ങൾ പോക്കുവാനായി ക്രൂശിലേറി. യേശുവിൻ സ്നേഹമെന്റെ